യുഎസിൽ വെച്ച് ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച അനുഭവം പങ്കിട്ട് പാർവതി തിരുവോത്ത്. 2021 ബ്രേക്കപ്പിനു ശേഷം 3.5 വർഷത്തോളം താൻ സിംഗിളായിരുന്നു. പിന്നീട് ഒരു സുഹൃത്താണ് തനിക്ക് ഡേറ്റിംഗ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തു തന്നതെന്നും പാർവതി പറയുന്നു. പിന്നാലെ യുഎസിൽ പോയപ്പോൾ ആപ്പ് വഴി ഒരാളെ കണ്ടെത്തുകയും ഡേറ്റിന് പോവുകയും ചെയ്തുവെന്ന് പാർവതി പറയുന്നു. 2024 ജൂൺ വരെ ഞാൻ ഒരു ഡേറ്റിംഗ് ആപ്പിലും ഉണ്ടായിരുന്നില്ല. താൻ LAയിൽ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് പോയതായിരുന്നു. ഫീൽഡ് ട്രൈ ചെയ്തു നോക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കാഴ്ചയിൽ നോർമലായ ഒരാളെ കണ്ടെത്തി. മെസ്സേജ് അയച്ചു. എനിക്ക് ഡേറ്റിംഗ് ആപ്പിൽ സംസാരിച്ചു പരിചയമൊന്നുമില്ല. ഹായ്, കോഫി കുടിച്ചാലോ എന്ന് നേരിട്ട് മെസ്സേജ് അയച്ചു. സാധാരണ ആളുകൾ കുറച്ചു ദിവസം ചാറ്റ് ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല. 3 ദിവസത്തിൽ മടങ്ങും. കണ്ടുമുട്ടണോ വേണ്ടയോ എന്ന് ഞാൻ ചോദിച്ചു. എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. അവൻ ഫോട്ടോ ചോദിച്ചു. ഞാൻ അയച്ചു കൊടുത്തു. അവൻ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയനും എഞ്ചിനീയറും ഒക്കെ ആയിരുന്നു. നിക്രാഗ്വൻ അമേരിക്കക്കാരനായിരുന്നു അവൻ. കോഫി കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായി. പ്രൈവറ്റ് സ്പോട്ടിൽ പോകണ്ടെന്ന് തോന്നി. സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ് എന്ന സിനിമ കാണാൻ പോയി. ഫസ്റ്റ് ഡേറ്റിന് കാണാൻ പറ്റിയ ഇതിലും അസാധാരണമായൊരു സിനിമയില്ലെന്ന് താരം പറയുന്നു. അന്ന് എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. വല്ലാത്ത ക്ഷീണവും. അവനെ കാത്തു മാളിലിരിക്കുമ്പോൾ ഞാൻ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു. അവൻ നടന്നു വരുമ്പോൾ കാണുന്നത് ഞാൻ കണ്ണിൽ നിന്നും ലെൻസ് ഊരുന്നതും കണ്ണട എടുത്തു വെക്കുന്നതുമാണ്. അവനും കണ്ണട ധരിച്ചിരുന്നു. അവനെ കാണാൻ ഫ്രണ്ട്സിലെ റിച്ചാർഡിനെ പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗത്തിൽ തന്നെ സംസാരിച്ചു തുടങ്ങി. വളരെ നല്ല സമയമായിരുന്നു അത്. 8 മണിക്കൂർ ഒരുമിച്ച് ചിലവിട്ടു. തിരികെ എന്നെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ഡേറ്റിന് കൊണ്ടുപോകുന്നതെന്നും പാർവതി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.